പ്രതിയോഗിയുടെ കയ്യിൽ വടി കൊടുത്തതുപോലെയായി ഹോർമൂസിൻ്റെ മേൽ അമേരിക്ക നടത്തിയ ചില നീക്കങ്ങൾ. അമേരിക്ക ചെയ്യുന്ന യുദ്ധം ധർമ്മയുദ്ധമൊന്നുമല്ല. ഇറാൻ ഗൾഫിനെ ആക്രമിക്കുന്നത് ധർമ്മയുദ്ധത്തിൻ്റെ ഭാഗമായിട്ടൊന്നുമല്ല. അമേരിക്ക ആക്രമിക്കുന്നത് ചില സാമ്പത്തിക താല്പര്യങ്ങൾ, ചില ജിയോ സ്ട്രാറ്റജിക് ഇൻട്രസ്റ്റ്, അതെല്ലാമാണ്. അത് മാത്രം ലോകത്തെ മേധാവിത്വം, ആയുധ കച്ചവടത്തിന് സാധ്യതകൾ. യുദ്ധം തുടങ്ങുമ്പോൾ ഉണ്ടായിരുന്ന ഹോർമൂസിലെ സാഹചര്യമല്ല യുദ്ധം 1 മാസം പിന്നിട്ട ഈ സമയത്ത്. ഹോർമൂസിന് മേൽ ഇറാൻ കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്ന കാഴ്ചയാണ് കാണുന്നത്. ഹോർമൂസിനെ ഒരു പോർമുഖമാക്കിയ ശേഷം അമേരിക്ക ഇനി നിങ്ങളായി നിങ്ങളുടെ പാടായി എന്ന് പറഞ്ഞ് ട്രംപ് കൈമലർത്തിയിരിക്കുകയാണല്ലോ. അപ്പോൾ ഇറാന്റെ കയ്യിൽ ആയുധം കൊടുത്തതുപോലെയാണോ കാര്യങ്ങൾ? കാരണം ഹോർമൂസിൽ ടോൾ പിരിച്ച് ആ കടലിടുക്കിനെ ഇറാന് പണം കായ്ക്കുന്ന മരമാക്കി കൊടുത്തില്ലേ ശരിക്കും അമേരിക്ക? പ്രതിയോഗിയുടെ കയ്യിൽ വടി കൊടുത്തതുപോലെയായി ഹോർമൂസിൻ്റെ മേൽ അമേരിക്ക നടത്തിയ ചില നീക്കങ്ങൾ. ഹോർമൂസ് സ്വാഭാവികമായി ഒരു ടോപ്പോഗ്രാഫിക്കലി അല്ലെങ്കിൽ ജിയോഗ്രാഫിക്കലി, ജിയോ പൊളിറ്റിക്കലി, ജിയോ സ്ട്രാറ്റജിക്കലി ഇറാൻ്റെ സ്വാധീന മേഖല തന്നെയാണ്. അതിൻ്റെ കിടപ്പ് കാണുമ്പോൾ അറിയാമല്ലോ. ഇറാൻ്റെ പള്ളക്കോട്ട് കയറി നിൽക്കുന്ന ഒരു കടലിടുക്കാണ്. അവ 3 ഭാഗത്തു നിന്നും ഇറാന് അതിനെ ആക്രമിക്കാൻ കഴിയും കരയിൽ നിന്നുകൊണ്ട്. അല്ലെങ്കിൽ ഇറാൻ്റെ നാവിക വ്യൂഹം, പ്രത്യേകിച്ച് അന്തർവാഹിനികൾക്ക് ആ ഭാഗത്തെ മെനൂർ ചെയ്യാൻ കഴിയും. അതിലെ ഉപരിതലത്തിലൂടെ വരുന്ന ഏത് കപ്പലുകളും ആക്രമണ ഭീഷണിയെ നേരിടുന്നു. അതേപോലെ തന്നെ മൈനുകൾ വിതറിക്കൊണ്ട് അവിടുത്തെ നാവിഗബിലിറ്റി അല്ലെങ്കിൽ നാവിക വ്യൂഹങ്ങൾക്ക് കടന്നു പോകാനുള്ള സാഹചര്യം പൂർണ്ണമായി ഒഴിവാക്കാനോ ഭാഗികമായി ഒഴിവാക്കാനോ കഴിയും. അല്ലെങ്കിൽ സുരക്ഷിതമായൊരു പാത തങ്ങളായി വെട്ടിത്തെളിച്ച് തങ്ങളുടെ തന്നെ ഗൺ ബോട്ടുകൾ അകമ്പടി നൽകിക്കൊണ്ട്, അല്ലെങ്കിൽ ഗൈഡിങ് ബോട്ടുകൾ അകമ്പടി നൽകിക്കൊണ്ട് സുരക്ഷിതമായി മൈനുകൾ വിതറാത്ത ഇടങ്ങളിലൂടെയൊക്കെ കപ്പലുകളെ നയിച്ചുകൊണ്ട് പോകാനൊക്കും. ഇതൊക്കെ ഇറാൻ്റെ അഡ്വാൻറ്റേജാണ്. അമേരിക്കയ്ക്ക് നന്നായ പഠന സംവിധാനങ്ങളുണ്ടല്ലോ, ഇൻ്റലിജൻസ് റിപ്പോർട്ടുകളുണ്ടല്ലോ, ഗവേഷണം നടത്തിയിട്ടുണ്ടല്ലോ. ഇതിൻ്റെ ഓരോ സ്ക്വയർ ഇഞ്ചും കൃത്യമായി സാറ്റലൈറ്റിലൂടെയും അല്ലാതെയും മാപ്പ് ചെയ്ത് അതിൻ്റെ സുരക്ഷാ ക്രമീകരണങ്ങൾ നടത്താനുള്ള കഴിവ് അമേരിക്കയ്ക്കുണ്ടല്ലോ. പക്ഷേ എന്തുകൊണ്ട് അമേരിക്ക അവിടെ പരാജയപ്പെടുന്നു? ഹോർമൂസ് എന്ന് പറയുന്നത് സ്വാഭാവികമായി വടക്ക് ഇറാനും തെക്ക് UAE ആൻഡ് ഒമാൻ, ഈ 3 രാജ്യങ്ങൾക്ക് മാത്രമാണ് അവിടെ സ്റ്റേക്ക്. അവരുടെ ദാക്ഷിണ്യത്തിലെന്ന് പറയാനാവില്ല, ഓപ്പൺ കടലാണ്, മാനവരാശിയുടെ സ്വത്താണ് എല്ലാ കടലും എന്ന് പറയുമ്പോഴും അവിടെ ഇറാൻ എന്ന രാജ്യത്തെ പ്രകോപിപ്പിച്ചുകൊണ്ട്, ഇറാനെ പരമാവധി നശിപ്പിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് നശിപ്പിച്ചുകൊണ്ട്, ആകാശയുദ്ധം നടത്തിക്കൊണ്ട് അസ്തിത്വം പോലും, ഭരണകൂടത്തിൻ്റെയും ഈവൻ രാജ്യത്തിൻ്റെ പോലും അസ്തിത്വം നഷ്ടപ്പെടുന്ന രീതിയിൽ എങ്ങനെ പ്രതികരിക്കണം ഇറാൻ? അപ്പോൾ പിന്നെ സ്ട്രോങ് പോയിന്റുകൾ അല്ലെങ്കിൽ ഇറാന് എക്കാലത്തും കരുത്തായി നിൽക്കുന്ന ജിയോ സ്ട്രാറ്റജിക് എലമെൻറ്റ്സ് പരമാവധി പ്രയോജനപ്പെടുത്തുക. അപ്പോൾ അവിടെ ഒരു അധർമ്മങ്ങളല്ല അവിടെ പരമാവധി നോക്കുക. യുദ്ധത്തിൽ ധർമ്മങ്ങളല്ല. ഇതൊന്നും ഒരു യുദ്ധവും ധർമ്മയുദ്ധമല്ല. നേട്ടത്തിന് വേണ്ടി അമേരിക്ക ചെയ്യുന്ന യുദ്ധം ധർമ്മയുദ്ധമൊന്നുമല്ല. ഇറാൻ ഗൾഫിനെ ആക്രമിക്കുന്നത് ധർമ്മയുദ്ധത്തിൻ്റെ ഭാഗമായിട്ടൊന്നുമല്ല, നിലനിൽപ്പിന് വേണ്ടിയാണ്. 2 രാജ്യങ്ങളും അമേരിക്ക നിലനിൽപ്പിന് വേണ്ടിയല്ല. അമേരിക്ക ആക്രമിക്കുന്നത് ചില സാമ്പത്തിക താല്പര്യങ്ങൾ, ചില ജിയോ സ്ട്രാറ്റജിക് ഇൻട്രസ്റ്റ്, അതെല്ലാമാണ്. അത് മാത്രം ലോകത്തെ മേധാവിത്വം, ആയുധ കച്ചവടത്തിന് സാധ്യതകൾ, ആ മേഖലയിൽ കാലുറപ്പിച്ച് നിർത്താനുള്ള കാര്യങ്ങൾ, ആഗോള ഇക്കോണമി ഒരു ഡോളർ ടേംസിൽ നിന്നും യുവാനിലേക്ക് മറ്റ് കറൻസികളിലേക്ക് മാറുന്നത് ഈ ഘട്ടത്തിൽ തടയുക. ഇറാനെ ഉൾപ്പെടെ ആ യുവാൻ ടേംസിൽ കച്ചവടം നടത്തുന്നത് ഒഴിവാക്കി ഡോളർ റെജിമിനിലേക്ക് കൊണ്ടുവരാൻ അവിടെ ഒരു ഭരണമാറ്റം, ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ സമഗ്രമായ എണ്ണയുടെ ആധിപത്യം റഷ്യ ഒഴിച്ച് മറ്റ് എണ്ണ ഉത്പാദക രാജ്യങ്ങളെ എല്ലാം തന്നെ ഒന്നുകിൽ നേരിട്ടോ അല്ലാതെയോ നിയന്ത്രിച്ചുകൊണ്ട് ഊർജ്ജ ഉപാധികളിന്മേൽ ലോകത്ത് ഒരു വലിയ നീരാളിപ്പെടുത്തൽ, ഇതൊക്കെയാണ് അമേരിക്കയുടെ ഉദ്ദേശം. അപ്പോൾ വ്യക്തമായ ലക്ഷ്യങ്ങളുണ്ട്. ഇറാനെ സംബന്ധിച്ചിടത്തോളം ആ രാജ്യത്തിൻ്റെ നിലനിൽപ്പ്, ആ ഒരു വ്യവസ്ഥിതിയുടെ, ആ കൾച്ചറിൻ്റെ ഒരു സംരക്ഷണം, ഇതെല്ലാം ആവശ്യം തന്നെയാണ്. അപ്പോൾ അവിടെ ഹോർമൂസ് ഒരു ഫ്ലാഷ് പോയിൻ്റായി അല്ലെങ്കിൽ ചോക്ക് പോയിൻ്റായി വരുമ്പോൾ അവിടെ എക്കാലത്തും അഡ്വാൻറ്റേജ് പേർഷ്യൻസിലായിരുന്നു ചരിത്രപരമായി. ഇപ്പോൾ ഇറാൻ, പേർഷ്യയുടെ ബാക്കി പത്രമാണല്ലോ ഇന്നത്തെ ഇറാൻ. അപ്പോൾ ഇറാനിയൻസ് ഹാവ് എൻ അഡ്വാൻറ്റേജ്, അതവർ പരമാവധി ഉപയോഗിക്കുന്നു. അതിനെ വൺ മോർ സ്റ്റെപ്പ് അഹെഡ് ഇറാൻ ചിന്തിച്ചു. അതിൻ്റെ ഭാഗമായിട്ടാണ് യുദ്ധം തുടങ്ങുന്ന സമയത്ത് കപ്പലുകൾക്ക് സുഗമമായി കടന്നു പോരാമായിരുന്നു. ഇറാൻ ഹോർമൂസ് അടച്ചിട്ടില്ലായിരുന്നു. യുദ്ധം ഏകപക്ഷീയമായി സംഭവിച്ചപ്പോൾ സ്വാഭാവികമായി വരാനുള്ളത് വഴിയിൽ തന്നെ ഹോർമൂസ് ഭാഗികമായെങ്കിലും നിയന്ത്രിക്കാൻ ഇറാൻ നയപരമായ തീരുമാനമെടുത്തു. അടുത്ത സ്റ്റേജിലേക്ക് പോയി ഇറാൻ. എന്താണ് അടുത്ത സ്റ്റേജ്? അതിലേ കടന്നു പോകുന്ന കപ്പലുകൾ
ഏതെല്ലാം കപ്പലുകൾ കടന്നു പോകാം എന്ന് തങ്ങൾ തീരുമാനിക്കും. അങ്ങനെ ആദ്യം തീരുമാനിച്ചു. 5 രാജ്യങ്ങൾ തീരുമാനിച്ചു. ഇറാഖ്, പാകിസ്ഥാൻ, ഇന്ത്യ, റഷ്യ, ചൈന, ഈ 5 രാജ്യങ്ങളുടെ കപ്പലുകൾക്ക് കടന്നു പോകാം, തങ്ങൾ ആക്രമിക്കില്ല. പിന്നീട് പറയുന്നു ഏത് കപ്പലിനും പോകാം, അമേരിക്കൻ ഇസ്രയേലി കപ്പലുകൾ ഒഴിച്ചുള്ള കപ്പലുകൾക്ക് കടന്നു പോകാം, പക്ഷെ തങ്ങളുടെ അനുവാദം വാങ്ങിയിരിക്കണം, തങ്ങളുടെ അനുവാദം വാങ്ങി പോകണം. അപ്പോൾ ഒരു തരം നിയന്ത്രണമാണ്. അപ്പോൾ അനുവാദം വാങ്ങുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അടുത്ത പടിയിലേക്ക് നീങ്ങിയത്. അതിൻ്റെ ഭാഗമായിട്ടാണ് കപ്പം അല്ലെങ്കിൽ ചുങ്കം കൊടുത്തുകൊണ്ട് കടന്നു പോകണം. അപ്പോൾ ആ കടത്തുകൂലി ഇതൊരു പ്രത്യേക അവസ്ഥയാണ്. അങ്ങനെ ഒരിക്കലും ഉണ്ടായിട്ടില്ല. അവിടെ സൂയസ് കനാലോ പാനമ കനാലോ പോലെയുള്ള ഒരു സ്ഥലമല്ല ഹോർമൂസ് കടലിടുക്ക്. സൂയസ് കനാൽ മനുഷ്യനിർമ്മിതമാണ്. ഈജിപ്തിൻ്റെ ഭാഗത്തെ വെട്ടിമുറിച്ചുകൊണ്ട് ചെങ്കടലിൽ നിന്നും മധ്യധരണ്യാഴിയിലേക്കുള്ള ആ ഒരു മനുഷ്യനിർമ്മിത കനാൽ. ഇപ്പോൾ ഈജിപ്തിന് ചുങ്കം പിരിക്കാം. ഈജിപ്തിൻ്റെ പ്രധാന വരുമാന മാർഗവും അതാണ്. അതേപോലെ തന്നെ പാനമ കനാൽ അമേരിക്കയുടെ സഹായത്തോടെ നിർമ്മിച്ച് പാനമയ്ക്ക് കുറുകെ. അപ്പോൾ അവിടെ ചുങ്കം പിരിക്കാൻ ആ രാജ്യത്തിന്, ആ ദേശസാൽക്കരിക്കപ്പെട്ട അത് രാജ്യത്ത് ചുങ്കം പിരിക്കാം. അത് 2 ലെവലിലായിട്ടാണ് വെള്ളം നിൽക്കുന്നത്. അത് ഒരു ലെവലിൽ നിന്ന് അതായത് അറ്റ്ലാന്റിക് സമുദ്രത്തിനും പസഫിക് സമുദ്രത്തിനും തമ്മിൽ ഈ വാട്ടർ ലെവൽ വ്യത്യാസമുണ്ട്. അത് പല സ്റ്റേജുകളിലായി കപ്പൽ ഉയർത്തിക്കൊണ്ട് വേണം അടുത്ത സ്റ്റേജിലേക്ക്, മറ്റൊരു കടലിലേക്ക് പ്രവേശിക്കാൻ. പക്ഷേ അവിടെയും അതൊക്കെ ചിലവുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് ചുങ്കം പിരിക്കും. പക്ഷേ ഹോർമൂസിലൂടെ കപ്പലുകൾ കടന്നു പോകുന്നതിന്, ഏത് രാജ്യത്തിനെയും കപ്പലുകൾ കടന്നു പോകുമ്പോൾ ഇറാന് പ്രത്യേക ചിലവൊന്നുമില്ല. ഇറാൻ നിർമ്മിച്ച ഒരു കപ്പൽ പാതയുമല്ലത്, സ്വാഭാവികമായ വെരി നാച്ചുറൽ സ്ട്രെയിറ്റ്. പക്ഷേ തങ്ങളുടെ ആ തിണ്ണ ബലം തങ്ങളെ അംഗീകരിച്ചുകൊണ്ട് മാത്രമേ പോകാനാവൂ എന്ന പുതിയ നിബന്ധന വരികയും ഇറാനിയൻ പാർലമെൻറ്റായ മജ്ലിസ് നിയമനിർമ്മാണം നടത്തി നിയമവിധേയമാക്കി ആ പിരിവ് എത്രത്തോളം അത് ഡിഫറൻഷ്യൽ റേറ്റ് ആണോ, ഒരേ റേറ്റ് ആണോ, അതോ ചില കപ്പലുകൾക്ക് പൂർണ്ണമായ സൗജന്യമുണ്ടോ, അതോ ഇത് വെറുതെ പറയുന്നതാണോ, ഇതേക്കുറിച്ച് കൂടുതൽ പഠനം നടക്കേണ്ടിയിരിക്കുന്നു, കൂടുതൽ വിവരങ്ങൾ പുറത്തു വരേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ പറയുന്ന കണക്ക് $2 ലക്ഷം വെച്ച് ഓരോ കപ്പലിലും പിരിക്കുന്നു. ഇത് കേട്ടുകേഴ്വി മാത്രമാണ്. അപ്പോൾ സ്ഥിരീകരണങ്ങളില്ലാത്ത പല നിഗമനങ്ങളിലുമാണ് ആളുകൾ എത്തിച്ചേരുന്നത്. അവിടെ അത് മാറിയതിന് ശേഷം ഒരു കാര്യത്തിൽ മാത്രം നമുക്ക് നിഗമനങ്ങളിലെത്താം. യുദ്ധം തുടങ്ങുമ്പോൾ ഉണ്ടായിരുന്ന ഹോർമൂസിലെ സാഹചര്യമല്ല യുദ്ധം 1 മാസം പിന്നിട്ട ഈ സമയത്ത്. ഹോർമൂസിന് മേൽ ഇറാൻ കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്ന കാഴ്ചയാണ് കാണുന്നത്. ഒരുപക്ഷെ ഹോർമൂസിൽ നിന്നും ഏതാണ്ട് 480 കിലോമീറ്റർ പടിഞ്ഞാറ് മാറി പേർഷ്യൻ ഗൾഫിലുള്ള ഈ ഖാർഗ് ദ്വീപ് പിടിച്ചെടുക്കാൻ അമേരിക്ക ഒരു ശ്രമം നടത്തിയാൽ ഇറാൻ്റെ എണ്ണയുടെ ഒരു കടത്ത് കേന്ദ്രമാണ്, അല്ലെങ്കിൽ എണ്ണയുടെ വിതരണത്തിൻ്റെ ഒരു പ്രധാന കേന്ദ്രമാണ്. ആ കേന്ദ്രം പിടിക്കപ്പെട്ടാൽ സാമ്പത്തിക സ്ഥിതി അവതാളത്തിലാകും. പക്ഷേ സൈനിക ബലം കൊണ്ട് പൂർണ്ണമായി ആ ഒരു മേഖലയെ, ഗൾഫിലേക്കുള്ള പ്രവേശന കവാടമായ ഹോർമൂസിനെ വെച്ചുകൊണ്ട് വിലപേശുക എന്ന തന്ത്രം ഇറാൻ പ്രയോഗിക്കാൻ കഴിയും. ഇപ്പോൾ കരയുദ്ധം മാത്രമല്ല, അപ്പോൾ ഖാർഗ് ദ്വീപ് പിടിക്കാൻ അമേരിക്ക ശ്രമിച്ചാൽ ഹോർമൂസിന് മേൽ പിടിമുറുക്കാൻ ഒരുപക്ഷെ ഇറാന് ശ്രമിക്കും. അതുകൊണ്ട് തന്ത്രങ്ങളാണ്. യുദ്ധമെന്ന് പറയുമ്പോൾ തന്ത്രങ്ങളും മറുതന്ത്രങ്ങളും ഒക്കെ മാറ്റുരയ്ക്കപ്പെടുന്ന വേദിയാണ്. ഇവിടെ ധർമ്മ അധർമ്മങ്ങളും ന്യായ അന്യായങ്ങളും സംസാരിക്കാൻ മറ്റൊരവസരം നമുക്ക് ഉപയോഗിക്കേണ്ടതുള്ളത് കൊണ്ട് ഇത് ഇറാൻ്റെ തന്ത്രമാണ്, പ്രതിരോധത്തിനുള്ള തന്ത്രമാണ്, നിലനിൽപ്പിന് വേണ്ടിയുള്ള തന്ത്രമാണ്. അത് ശരിയെന്നോ തെറ്റെന്നോ പറയാൻ ഈ വേദി ഉപയോഗിക്കുന്നത് ശരിയല്ല. അതുകൊണ്ട് ഇതാണ് വാസ്തവം.